ഇന്ന് കേന്ദ്രം CAA സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് അത് നടപ്പിലാക്കി, അതായത് നോട്ടിഫൈ ചെയ്തു. അതിനെപ്പറ്റിയുള്ള ഇമ്പാക്റ്റും പൊളിറ്റിക്കൽ ഫാളോ ഔട്ട് ഏതൊക്കെ രീതിയിലാണ് പാർലമെൻറ്റ് ഇലക്ഷനെ ബാധിക്കുന്ന രീതിയിലുള്ള കേരളത്തിലെ ചാനലിലും ന്യൂസ് സോഴ്സുകളിലും ചർച്ച ഒരു ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ ഈ CAA സമരത്തെ, അതായത് 2019 ഇത് കേന്ദ്ര ഗവൺമെൻറ് ഇത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ CAA അതിനെ എതിർത്ത ആളാണ്. ഇന്നും ആ എതിർപ്പുണ്ട്, മാറിയിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ അകത്ത് നടന്ന ചില കള്ളക്കളികളുണ്ട്, അതാണ് ഇതിനെ ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. അതായത് CAA ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ അന്ന് പല കോൺഗ്രസ് നേതാക്കളോടും, അതായത് നോർത്ത് ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതാക്കളോടും, മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, രാജ്യസഭയിലും ലോക്സഭയിലും, അതേപോലെ സമാജ്വാദി പാർട്ടിയുടെ ലാലുവിൻ്റെ അയാളുടെ പാർട്ടിയുടെയും ഈ TMCയുടെ പാർട്ടി ആൾക്കാരോടൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി പേഴ്സണലായിട്ട് 1 to 1 ചോദിക്കാൻ വേണ്ടി പോയി. എന്താണ് നിങ്ങളുടെയൊക്കെ തീരുമാനം, ഏത് രീതിയിലുള്ള അജിറ്റേഷനാണ് നിങ്ങൾ നടത്താൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. അതായത് CAA NRCയെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നത് BJPക്കാരല്ല, BJP മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഇവരൊന്നും അല്ല. ഇതിനെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന കോൺഗ്രസ് അന്ന് ഈ 2019 ഉണ്ടായിരുന്ന പ്രതിപക്ഷ ഭാഗത്തിരുന്ന നേതാക്കളായിരുന്നു. ഇവരെല്ലാം പറയുന്നത് ഇത് നടപ്പിലാക്കണം. അപ്പോൾ പാർലമെൻറ്റിൽ നടന്നത് ഒരു ഷോ മാത്രമാണ്. ഇതാണ് എനിക്ക് കേരളത്തിലെ പലരോടും പറയുവാനുള്ളത്. കാരണം ഞാൻ ഈ സമരത്തെ CAA സമരത്തെ അനുകൂലിച്ചിരുന്നു. അതായത് പിന്നീട് ഈ സമരത്തിൽ നിന്ന് ഞാൻ പിന്മാറാനുണ്ടായ ഒരു കാരണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്തോട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി, SDPI, PFI ഇതേപോലുള്ള വർഗീയ ശക്തികൾ കയറി വരുന്നു. എന്നിട്ട് ഇവരത് ചേർത്ത് ഇപ്പം പലയിടത്തും, അതായത് യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും ജാമ്യയിലാണെങ്കിലും അലിഗഡിലാണെങ്കിലും ഇവർ മുഴുവൻ അക്രമത്തിലോട്ട് അങ്ങ് പോയി. ബസ് കത്തിക്കുക, അടിച്ചു പൊളിക്കുക, നാശമാക്കുക. അതായത് ഒരു നാഷണൽ പ്രൊട്ടസ്റ്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് ഗ്ലോബലും കൂടെ ആയിരുന്നു, ഇൻ്റർനാഷണൽ. പല അമേരിക്കയിലും ലണ്ടനിലും പല യൂണിവേഴ്സിറ്റികളിൽ പോലും CAAക്ക് എതിരായിട്ട് പ്രകടനം നടക്കുന്നു, പ്രൊട്ടസ്റ്റ് നടക്കുന്നു, ക്യാമ്പയിൻ നടക്കുന്നു, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലോബലായിട്ട്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ CAA എതിർത്തത്? അത് അതിൻ്റെ അകത്ത് എൻ്റെ ഒരു തീരുമാനമെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നൊരു സെക്കുലർ രാജ്യമാണ്, ആർട്ടിക്കിൾ 14. അപ്പോൾ ഈ സെക്കുലർ രാജ്യത്ത് ഇവിടെയുള്ള എല്ലാ മൈനോറിറ്റിയെ പോലെ മുസ്ലിങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം, പ്രാതിനിധ്യം കൊടുക്കണം. അതുകൊണ്ടാണ് അതിനെ അനുകൂലിച്ചത്. പിന്നീട് ഇതിനകത്തോട്ട് ഈ മതഛിദ്ര ശക്തികൾ, അതായത് ഈ സംഭവങ്ങൾ കയറി ഇതിനെ അങ്ങ് അലമ്പാക്കി ബഹളമാക്കാൻ ശ്രമിച്ചു. പിന്നീട് ഇത് കലാപത്തിലോട്ട് പോകുന്നു, ബഹളത്തിലോട്ട് പോകുന്നു. അതായത് ഒരു പ്രക്ഷോഭം പോലും നേരെ ചൊവ്വേ നയിക്കാൻ കഴിയാത്തവരാണ് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പിടികിട്ടിയത് ഈ 2019 കോവിഡിൻ്റെ ആ സമയത്താണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നേതാക്കളെ അന്ന് ഞാൻ നേരിട്ട് മനസ്സിലാക്കി, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ. ഇവർക്കൊക്കെ ബേസിക്കലി BJPയേക്കാൾ ഹാർഡ് കോറായിട്ട് ആൻറ്റി ഇസ്ലാമാണ്. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാർലമെൻറ്റിൽ ഇടയ്ക്ക് പ്രസംഗങ്ങളൊക്കെ നടത്തി എന്നല്ലാതെ ഇതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയാണ്. അതിന് ഉറപ്പായിട്ടും ഇടതുപക്ഷമില്ലായിരുന്നു. ഇടതുപക്ഷം പൂർണ്ണമായിട്ടും ഈ CAA എതിർത്ത് പാർലമെൻറ്റിൽ സംസാരിക്കും, അത് പുറത്തും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, അന്ന് മുതൽ ഞാൻ പറയുന്ന ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോഴും ആർട്ടിക്കിൾ എഴുതുമ്പോഴും വീഡിയോയിലും പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം ഇല്ലാതായി. അതാണ് അവിടെ കണ്ടത്. അന്നാണ് ഞാൻ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഈ മൊണ്ണയെ ഇതേപോലെ രീതിയിൽ പറഞ്ഞത്. കാരണം ഒരു കഴിവില്ലാത്ത ആൾ. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് CAA എന്താണ്, ട്രിപ്പിൾ തലാഖ് എന്താണെന്ന് നേരെ ചൊവ്വ ഇന്നും അറിയാത്ത ഒരാളാണ്.
കാരണം ഇയാൾ രാഹുൽ ഗാന്ധിയുടെ CAA പ്രസംഗം എടുത്ത് നോക്കുക. അതായത് ഇനി അടുത്തൊരു പോയിന്റിലോട്ട് വരികയാണ്. ഈ കേരളത്തിൽ നിന്ന് എത്ര MP അത് ഇവിടെ തെരഞ്ഞെടുത്ത് വിട്ടല്ലോ, 19 പേരാണ് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ ഉൾപ്പെടെ കേന്ദ്രത്തിൽ പോയത്, അതായത് ഡൽഹിയിൽ പോയത്, രാജ്യസഭയിലുമുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? എൻ്റെ ചോദ്യമാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പം കേരളത്തിലെ ഈ മലബാറിലുള്ള ആളുകൾ മുസ്ലിം ലീഗിൻ്റെ MP പറ്റിയും ഒക്കെ പറയുമ്പോഴും നിങ്ങൾ തന്നെ ആലോചിക്കണം. നിങ്ങൾ എലക്ട് ചെയ്ത് വിട്ട മുസ്ലിം ലീഗിൻ്റെ MP കോൺഗ്രസിൻ്റെ MP എന്ത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയത്? നിങ്ങൾ ഇനിയും അവർക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ചോദ്യമാണ്, എന്ത് രീതിയിലുള്ള പ്രതിഷേധം ക്യാമ്പയിൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇവർ നടത്തി? പല ആൾക്കാരും പല പ്രസംഗ സമയത്ത് ബിരിയാണി കഴിക്കാൻ പോയെന്ന് ഇവിടുത്തെ ട്രോളും കാർട്ടൂൺസും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ 1-2 MP ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിഷേധം നല്ല രീതിയിൽ പ്രസംഗിച്ചത്. ബാക്കിയുള്ള മൊണ്ണകൾക്കൊന്നും നേരെ ചൊവ്വേ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ പഴയ പ്രസംഗങ്ങളെല്ലാം യൂട്യൂബിലും പാർലമെന്റിൻ്റെ ഒക്കെ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങളെടുത്ത് നോക്കുക. നിങ്ങളിതെല്ലാം വെരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കാനും. കാരണം ഇവരെന്താണ് അവിടെ ചെയ്തത്? ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് റിയാലിറ്റിയാണ്. ഇവർക്ക് അതിൻ്റെ ഗാന്ധി അതിൻ്റെ മുമ്പിൽ വന്നൊരു ഫോട്ടോ എടുക്കുന്നു, പത്രക്കാർക്ക് കൊടുക്കുന്നു, അതോടെ തീർന്നു. പക്ഷെ ഡൽഹി ആ സമയത്ത് ഈ പ്രൊട്ടസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന സമയമാണ്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഡൽഹിയിലുള്ള ഹിന്ദുക്കളാണെങ്കിലും മറ്റുള്ള ഹിന്ദുക്കൾ മേജറായിട്ടുള്ള കമ്മ്യൂണിറ്റി അവർ പോലും CAA എതിർത്തു. അതുകൊണ്ടാണ് ഒരിക്കൽ അമിത്ഷാ ആജ് തക്കിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഇത്രമാത്രം പ്രതിഷേധം CAA ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പം അതിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ പ്രതിഷേധത്തെ മുഴുവനും നശിപ്പിച്ചത് ഇന്ത്യയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പൊളിറ്റീഷ്യൻസ് മാത്രമാണ്. അവർ മാത്രമാണ്. കാരണം ഇവരെ കൊണ്ടൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ ഇത് ഫോക്കസ് ആയിട്ട് മെയിൻ സ്ട്രീമിൽ നിർത്താനോ കഴിയാത്തവരാണ്. ഇവർക്ക് അക്രമവും ബഹളവും ആ പ്രശ്നമായതുകൊണ്ട് കൂടിയാണ് ഇത് തകർന്ന് നാശമായത് പ്രൊട്ടസ്റ്റ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് പോകാം. കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ മമതാ ബാനർജിയൊക്കെ പറയുന്നത് നടപ്പിലാക്കില്ല, തെറ്റാണ്. ഇത് നിങ്ങളെ വീണ്ടും പറഞ്ഞ് പൊട്ടന്മാരാക്കുകയാണ്. അതായത് ഒരാളുടെ പൗരത്വം, അതായത് സിറ്റിസൺ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റിനൊന്നും ചെയ്യാനില്ല. ഇത് പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇവരിവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് നിയമസഭയിൽ പാസ്സാക്കി, പലയിടത്തും പാസ്സാക്കി. അത് നോൺ BJP ഗവൺമെൻറ് ഒരിക്കൽ പലയിടത്തും ഇതൊരു പാസ്സാക്കി. ഇവിടെ ഇവർ പറയുന്നത് നടപ്പാക്കില്ല. അങ്ങനെയൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേന്ദ്ര ഗവൺമെൻറ് വേറെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് ഈ സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇതാണ് യാഥാർത്ഥ്യം. അതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വീണ്ടും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഷാഡോ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഇത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈനിലും ഈ പറയുന്ന ഡാറ്റയും സർവേയിലും പങ്കെടുത്തില്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് പോകും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകും. ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും, മറ്റുള്ള എല്ലാ കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്യും. അപ്പം അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ ഇത് എഫക്റ്റ് ചെയ്യുമോ? ഉറപ്പായിട്ട് എഫക്റ്റ് ചെയ്യും കേരളത്തിൽ. അതായത് കേരള ഗവൺമെൻറ് പറയുന്ന കഴിഞ്ഞ ലാസ്റ്റ് സർവേയിൽ പറയുന്നത് 14% ബംഗാളിൽ നിന്ന് വന്ന അതിഥി തൊഴിലാളികളാണ്. 14% കേരളത്തിലെ ജനസംഖ്യയിലും. അതായത് അതിൻ്റെ അകത്ത് ഏകദേശം 28 മുതൽ 32% ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. പലരും ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്നുണ്ട്. അതായത് മുസ്ലിം ഇമിഗ്രൻസ് ആണ്, ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. ഇതിനകത്തുനിന്ന് 32% എന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ പല ഏജൻസികളും പറയുന്നുണ്ട്, ഈ സർവേ ചെയ്ത ഏജൻസികൾ. അപ്പം അങ്ങനെ ബന്ധപ്പെടുവാണെങ്കിൽ ഇവരെ മുഴുവനും പറഞ്ഞു വിടേണ്ടി വരും. അതായത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇത് ഇന്ത്യക്ക് ആവശ്യമാണ്. നമ്മളെല്ലാം എടുത്ത് നോക്കുവാണെങ്കിൽ
കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഇന്ത്യയിൽ സ്ഥാനമില്ല എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നീട് ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ റോഹിംഗ്യ മുസ്ലിംസ്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവർ, അതേപോലെ തന്നെ മ്യാൻമാറിൽ നിന്ന് വന്നവർ, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ, അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കെടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തെ, പ്രത്യേകിച്ച് നമ്മൾ റോഹിംഗ്യ എടുക്കുക, ഏകദേശം 55,000 പേരോളം ഉണ്ട് ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട്. ഇവരെ ഇപ്പം നമ്മൾ പറഞ്ഞു വിടുകയാണെങ്കിൽ ഇവരെ എടുക്കാൻ മ്യാൻമാർ തയ്യാറാകത്തില്ല, ഇവരെ എടുക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകത്തില്ല, പലരെയും എടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാകില്ല. പിന്നെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത്, കാരണം ഇവിടെ വന്ന് പല അഫ്ഗാൻകാരെയും തിരിച്ചുവിടാൻ വേണ്ടി. അപ്പം ഇങ്ങനെയുള്ള ഒരു 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 പുതിയ ഡെവലപ്മെൻറ്റ്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് BJPക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടും. അതായത് ബംഗാളിലും ആസാമിലും BJPക്ക് അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ ഇവിടെ എല്ലാം കൺഫ്യൂസ്ഡ് ആകും. ആർക്കാണ് സിറ്റിസൺ കിട്ടുന്നത്, പോകുന്നത്, ഇതിനെപ്പറ്റി ഒന്നും. കാരണം ഗവൺമെൻറ് ഇത് പറഞ്ഞു, അത് ഇന്ത്യയിലെ ഓരോ വില്ലേജുകളിലും ജനങ്ങളിലോട്ടും എത്താൻ വേണ്ടി ഇത് സമയമെടുക്കും. കാരണം 2019 മുതൽ ഇപ്പോൾ 2024 വരെ ഇത്രയും നാൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്നത് സുപ്രീം കോർട്ട് ഇടപെടും, അവർ സ്റ്റേ കൊടുക്കും, ഇത് ധാരണയിലായിരുന്നു. ഇവർ സ്റ്റേ ഒന്നും നടന്നില്ല. ഈ സംഭവത്തിന് ഗ്രീൻ ത്രൂ ആണ്. ഇപ്പോൾ പല ഡിസ്കഷൻ നടന്നു, ഡിബേറ്റ് നടന്നു, സുപ്രീം കോടതിയിൽ വീണ്ടും ഈ കേസ് കിടക്കുകയാണ്. അതായത് ഇനി പറയാൻ പോകുന്ന മലയാളികളോട്, പ്രത്യേകിച്ച് മലയാളികളായ മുസ്ലിങ്ങളോട്, ഈ അന്ധമായിട്ട് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഈ രാഹുൽ ഗാന്ധിയെ പറ്റിയും കോൺഗ്രസിനെ പറ്റിയൊക്കെ, ബേസിക്കലി ഇന്ത്യയിലൊരു യഥാർത്ഥ പ്രതിപക്ഷമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഈ സംഭവം. അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് പല കാര്യങ്ങളിലത് ആഡ് ചെയ്യുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. അവരെ കൊണ്ട് ഇതിന് കഴിവില്ല. അവരെയാണ് കേരളത്തിൽ വീണ്ടും നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പോകുന്നത്. ഇത് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയുവാനുള്ളത്.